പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഫുൾ റെഡി ആയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്, കാരണം രാവിലെ തിരക്കിലായിരുന്നു റെഡിയാവലും പരിപാടികളൊക്കെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്മിൽ അല്ലെങ്കിൽ ടൈറ്റിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഇന്ന് പോകാൻ പോണത് ആറ്റുകാൽ കളിക്കാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രസ്സ്, സാരിയാണ്. ഞാൻ 3 ദിവസം സാരി ഉടുക്കാനാണ് ഇരിക്കുന്നത്, കാരണം നമുക്ക് എപ്പോഴെങ്കിലൊക്കെ സാരി ഉടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ അമ്പലത്തേക്ക് പോകുമ്പോൾ സാരി ഉടുക്കണ്ടേ. അപ്പോൾ എനിക്ക് പിന്നെ സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകണം. ഇവിടുന്ന് ഞാൻ, അമ്മ, അച്ഛയമ്മയുണ്ട്, പിന്നെ ഇനി 3 പേരുണ്ട്. പിന്നെ അവിടുന്ന് ഒരാളും കൂടെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ യാത്ര അങ്ങ് തുടങ്ങാം. അപ്പോൾ വണ്ടി വരും, വണ്ടിയിൽ പോകണം. വലങ്ങി പോയിട്ട് അമ്മമ്മയുടെ അവിടെ പോയിട്ട് വേണം അവരെ പിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വേറെ അമ്പലങ്ങളിൽ പോകുന്നുണ്ട് പോണ വഴിക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് തൊട്ട് എൻ്റെ വരെ കാണണം. ഓക്കെ, അപ്പോൾ അതൊക്കെ എനിക്ക് പറയാനുള്ളത്. വേറെ ഇപ്പോൾ എന്താ, വേറെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. 3 days ആണ്. പിന്നെ മേ ബി day 1, day 2, day 3 അങ്ങനെ ഇടാനാണ് പ്ലാൻ. നോക്കാം എന്താണ് അവസ്ഥ, എന്തൊക്കെയാണ് സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം നമുക്ക്. ഓക്കെ, വേറെന്താ? ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പുതിയതായി ആരെയും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് സ്നേഹ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചിലർ മീൻസ് കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടോ എന്നാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ലൈക്ക് അടിക്കണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പലപ്പുഴയ്ക്കാണ്. ഫസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ കുറച്ച് മുന്നേ വീഡിയോ എടുക്കാൻ ഞാൻ എന്താ വെച്ചാൽ ഇരുട്ടായിരുന്നു, ഇപ്പോഴാണ് വെളിച്ചമായത്. നമ്മുടെ എല്ലാവരും ഇവിടെ, എല്ലാവരും ഒരു ഹായ് പറയൂ. നിങ്ങളെ കിട്ടിയില്ലേ? നീ പറഞ്ഞോളൂ. ഇതാണ് നമ്മുടെ സാരഥി 3 ദിവസത്തേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നത് കേൾക്കുന്നതെന്ന് അറിയില്ല. അപ്പം നമ്മളിനി പോണ വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഏകദേശം ഇപ്പോൾ സമയം എത്ര? ഇപ്പോൾ 6:37 എത്ര മണിയാകുമ്പോൾ എത്തും നമ്മൾ? എത്ര മണിയാകുമ്പോൾ? 11 മണിയൊക്കെ ആവുമെന്ന് പറയണം, നോക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ യാത്ര
ചേച്ചി ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇപ്പം അമ്പലപ്പുഴയ്ക്കാണ് പോണത്. പോണ വഴിക്ക് എവിടെ നിർത്തുമെന്നറിയില്ല. നമ്മൾ ശരി സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇറങ്ങുക തന്നെ ഇനി നേരെ ശരണം വിളിച്ചിട്ട് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പോവാം. പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് അമ്പലപ്പുഴയാണ് കേട്ടോ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിലാണ് നമ്മൾ ഫസ്റ്റ് പോകാൻ പോണത്. സോ അത് വന്നിട്ട് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, സോ ഈ ടെമ്പിൾ വന്നിട്ട് ഒരു 15th century CE ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് വാസ് ബിൽഡ് ബൈ ദി ലോക്കൽ റൂളർ ഔട്ട് ദർ. ഹിസ് നെയിം വാസ് ചെമ്പകശ്ശേരി പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാൻ. സോ അത് വന്നിട്ട് ട്രാവൻകൂറിൽ തന്നെ 7 ഗ്രേറ്റസ്റ്റ് ടെമ്പിൾസിൽ ഒന്നാണ് ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഐഡൽ എന്ന് പറയുന്നത് മെയിനായിട്ട് പാർത്ഥസാരഥി ഫോമിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹീസ് ഹോൾഡിങ് എ വിപ്പ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ് ആൻഡ് എ കോഞ്ച് ഇൻ ഹിസ് ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ ഒരു വിപ്പുണ്ട്, കയ്യിലൊരു വടി പോലത്തെ ഒരു സാധനം, പിന്നെ ഒരു ശംഖ് ലെഫ്റ്റ് ഹാൻഡിലും പിടിച്ചിട്ടുണ്ട്. സോ അതാണ് ഇവിടുത്തെ ഐഡൽ എന്നാണ് പറയുന്നത്. സോ ഇത് വന്നിട്ട് അവിടുത്തെ ഫ്രണ്ടിലുള്ള അമ്പലക്കുളമാണ്. അവിടെ നിറയെ മീനുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ടെമ്പിളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അമ്പലപ്പുഴയിൽ മെയിൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. അപ്പോൾ പായസം അവിടുത്തെ മെയിനാണ്. സോ ദ സ്വീറ്റ് പുഡിങ് ദാറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് റൈസ് ആൻഡ് മിൽക്ക്, അതാണ് അവിടുത്തെ മെയിൻ സെർവിങ്. ഓക്കെ, ഇതൊക്കെയാണ് അവിടുത്തെ ചുറ്റമ്പലവും കാര്യങ്ങളും. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ തിരക്കൊക്കെ കുറയാനൊക്കെ തുടങ്ങി. സൈഡിലുള്ളതൊക്കെ കൊട്ടാരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവിടെ ആരും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവർ എനിക്കങ്ങനെ അറിയത്തില്ല. പക്ഷേ ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച. ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു ടെമ്പിളായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഈ അമ്പലത്തേക്ക് കേട്ടോ. നമ്മൾ അമ്പലപ്പുഴ തൊഴുത് കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ മണ്ണാറശാല പോകാനായിരുന്നു പ്ലാൻ. ബട്ട് അതൊക്കെ ക്ലോസ്ഡ് ആണ്. 5:30 ആയിരിക്കും നട തുറക്കുന്നത്. ഇവിടെയൊക്കെ തൊഴുതു, പായസമൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ അപ്പുറത്ത് പോയിട്ട് കുഞ്ഞു കുഞ്ഞു ഷോപ്സൊക്കെ ഉണ്ട്, അവിടെ പോയി ഒന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. എന്തെങ്കിലും സൗകര്യം പോലെ എന്തെങ്കിലും ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇപ്പം അങ്ങോട്ട് പോകണം, അവിടെ പോയിട്ട് കാണിച്ചിട്ട്. സോ ടിപ്പു സുൽത്താൻ്റെ റെയ്ഡ് സമയത്ത് ലൈക്ക് 1789 ആ ടൈമിൽ ഗുരുവായൂർ ടെമ്പിളിൽ നിന്ന് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 വർഷത്തേക്ക് എന്നാണ് പറയുന്നത്, ഫോർ സേഫ് കീപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഇത് ഒരു ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പൻ ഇവിടെ ഈ പാൽപ്പായസം ലൈക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്, കഴിക്കാനായിട്ട് വരാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്, അമ്പലത്തിൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ വേറെ ഒരു നടയിൽ കൂടെയാണ് കയറിയത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. നമുക്ക് ഏകദേശം നമ്മുടെ ഗുരുവായൂരൊക്കെ കയറുന്ന പോലെ തന്നെ ഉണ്ടാവും, കുറേ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അവിടുന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു സൊവേറിനൊക്കെ വാങ്ങി അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾ നേരെ പിന്നെ പോയത് മണ്ണാറശാലയിലേക്കാണ്. മണ്ണാറശാല ക്ലോസ്ഡ് ആയിരുന്നു എന്നാണ് വിചാരിച്ചത്, പക്ഷേ നോ, ഇറ്റ് വാസ് ഓപ്പൺ. പിന്നെ നമുക്ക് മണ്ണാറശാലയിലേക്ക് പോകാം. സോ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ പരശുരാമൻ, ലോർഡ് പരശുരാമൻ എങ്ങനെയാണ് കേരളം കണ്ടുപിടിച്ചതെന്നുള്ള ആ സ്റ്റോറിയായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്.
കേരളം കണ്ടുപിടിച്ച സമയത്ത് ലാൻഡ് ഭയങ്കര ഇൻഫെർട്ടൈലായിരുന്നു. പിന്നെ കുറേ പോയ്സണസ് സ്നേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ നമ്മുടെ ലോർഡ് പരശുരാമൻ കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നാഗരാജാവിനെ വരുത്തി. നാഗരാജാവ് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് മാറി വേറെ സ്ഥലത്ത് പോയിരിക്കാം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി ഇരുന്ന സ്ഥലമാണ് നമ്മുടെ ഈ മണ്ണാറശാല. ഇനി മണ്ണാറശാലയിൽ അവർ ലോർഡ് പരശുരാമൻ എന്ത് ചെയ്തു വെച്ചാൽ അവരുടെ ഐഡലൊക്കെ അവിടെ വെച്ചു. പിന്നെ സർപ്പയക്ഷി, അങ്ങനെ പല ഐഡലും കാര്യങ്ങളൊക്കെ വെച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു ബ്രാഹ്മണനെ ഏൽപ്പിച്ചു. നമ്മളപ്പോൾ ഇപ്പോൾ ഉള്ളത് മണ്ണാറശാലയിലാണ്. ഉള്ളിൽ ആയില്യ പൂജ, രവി പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഉള്ളിൽ അമ്മയൊക്കെ കണ്ടു. എന്നിട്ട് ഈ ചുറ്റും ഇങ്ങനെ ഫുള്ളിങ്ങനെ കാടാണ്. അപ്പോൾ എന്തോ ഭയത്തിന് അമ്മയുടെ ദർശനമൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഇതേ കൂടെ ഇങ്ങനെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലം വെച്ച് തിരിച്ച് പോകണം കേട്ടോ. നോക്കാം നമുക്ക്. ഇവിടെ എന്തൊക്കെയുണ്ട്, ധർമ്മശാസ്ത്ര ക്ഷേത്രം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എഴുതിയിട്ടുണ്ട്. ഫുള്ള് കാടാണ്. ബട്ട് ഇറ്റ്സ് നൈസ്, അടിപൊളിയുണ്ട്. ഇവിടുത്തെ വ്യൂ കാണിച്ചു. സോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് ഒരു ബ്രാഹ്മണനെ ഏൽപ്പിച്ചിട്ട് പരശുരാമൻ ഇവിടുന്ന് പോകും. പരശുരാമൻ പോയ ശേഷം എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കാട് പോലത്തെ സ്ഥലമാണല്ലോ. അപ്പോൾ ഒരു വട്ടം ഒരു ഫോറസ്റ്റ് ഫയർ ഉണ്ടാവും, തീപിടുത്തം ഉണ്ടാവും. തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ പാമ്പുകൾക്കൊക്കെ നല്ലോണം ഹേർട്ടാവും. അപ്പോൾ അവർ ഈ മാളങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ ഒളിക്കും. അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ ഭാര്യ എന്ന് പറയുന്നത്, ഇവർക്ക് മക്കളില്ല. അപ്പോൾ അവർ അതിൻ്റേതായ ഒരു ദുഃഖത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പുകളൊക്കെ നന്നായി നോക്കും. അവർക്ക് എവിടെയാണോ മുറിവൊക്കെ വന്നിരിക്കുന്നത് അതിനെയൊക്കെ നന്നായി ഒരു ട്രീറ്റൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കണ്ടിട്ട് നാഗരാജാവ് പ്ലീസ്ഡ് ആയിട്ട് നാഗരാജാവ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ സ്വപ്നത്തിൽ വന്ന് പറയും, ഞാൻ നിങ്ങളുടെ മകനായിട്ട് ജനിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ബ്രാഹ്മണൻ്റെ ഭാര്യ എന്ന് പറയുന്നതാണ് ഈ മണ്ണാറശാല അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണാറശാല അമ്മ 2 കുട്ടികൾക്ക് ജന്മം നൽകും. ഒന്ന് വന്നിട്ട് 5 തലയുള്ള ഒരു പാമ്പ് മീൻസ് നാഗരാജാവിന് ജന്മം നൽകും. പിന്നെ ഒരു ആൺകുട്ടിയും ജന്മം നൽകും. ഓക്കെ, അങ്ങനെ ഈ 2 ഏട്ടനനിയന്മാർ വലുതാവുമ്പോൾ നാഗരാജാവ് എന്താ പറയുക, ഈ അനിയനും പിന്നെ അമ്മയ്ക്കും കുറേ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പൂജകൾ എങ്ങനെ ചെയ്യണം, അമ്മയുടെ ഫാമിലിയിൽ നിന്നുള്ള ഫീമെയിൽ മെമ്പേഴ്സ് വേണം ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് സെല്ലർ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കഥ എന്ന് പറയുന്നത്. ഞാനിത് വായിച്ച അറിവാണ്, പിന്നെ പലരും ഓരോടൊന്നും പറഞ്ഞ് കേട്ടുള്ള അറിവൊക്കെയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, പുസ്തകങ്ങൾ വായിക്കാം. സോ അടുത്ത അമ്പലം വന്നിട്ട് നമ്മുടെ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളാണ്. ഇതും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് കേട്ടോ. മണ്ണാർശാലയുടെ കുറച്ച് അടുത്ത് തന്നെയാണ് ഈ അമ്പലം. സോ ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ കൊടിമരം കണ്ടുവല്ലോ, ഈ ധ്വജസ്തംഭം എന്നൊക്കെ പറയുമല്ലോ, അത് കണ്ടല്ലോ. അത് കേരളത്തിൽ തന്നെ ഏറ്റവും ലോങ്കസ്റ്റും ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ ഫ്ലാഗ് പോസ്റ്റാണ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത് കേരള പഴനി അല്ലെങ്കിൽ ദക്ഷിണ പഴനി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു അമ്പലം കേട്ടോ. പിന്നെ ഇത് കലിയുഗത്തിന് മുന്നേ ഉണ്ടായ അമ്പലം എന്നുള്ള ഒരു ബിലീഫും കൂടി ഉണ്ട്. പിന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ടെമ്പിൾസ് ആണ് കേരളത്തിൽ തന്നെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ വിഗ്രഹത്തിനെ സാക്ഷാൽ പരശുരാമൻ പൂജിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഈ ഇവിടുത്തെ വിഗ്രഹം അവർ കണ്ടെത്തിയത് കായംകുളം ലേക്കിൽ നിന്നൊക്കെയാണ് കണ്ടെത്തിയത് എന്നൊക്കെയാണ് പറയുന്നത്. മീൻസ് അവിടുത്തെ ആൾക്കാർക്ക് വിഷൻസൊക്കെ, മീൻസ് സ്വപ്നങ്ങളോ അങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നു അത്ര. അപ്പം അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്ന് പിന്നെ ഇവിടെ വെച്ചതാണ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ വായിച്ചറിഞ്ഞിരിക്കുന്നതും കേട്ടിരിക്കുന്നതും. പിന്നെ അമ്പലം തുറന്ന് കിടക്കുകയില്ല, 5 മണിക്കേ തുറക്കത്തുള്ളൂ. അപ്പോൾ നമുക്കവിടെ ഉള്ളിൽ കയറി തൊഴുകാനൊന്നും പറ്റിയില്ല. പക്ഷേ ചുറ്റമ്പലമൊക്കെ കണ്ടു. പിന്നെ ഇവിടുത്തെ ഒരു കൂത്തമ്പലോ അങ്ങനെ എന്തോ പറയും, അതും ഇവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, തുളസിയുടെ ഒരു ഇതുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ട് ഞാൻ ഒരു മരം പോലെ ഒരു തുളസി ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു അമ്പലം. നല്ല പീസ്ഫുള്ളായിരുന്നു കേട്ടോ. നമ്മൾ ഹരിപ്പാടും തൊഴുതു. ഇനിയിപ്പം ഇങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. സാധാരണ ഇവിടെ അതുകൊണ്ട് എൻ്റെ സിന്ദൂരൊക്കെ ഒലിച്ച് നല്ല ചൂടുണ്ട്. വെയിലില്ല, പക്ഷെ നല്ല ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് നല്ല ചൂട്. നമുക്കിനിപ്പോൾ അടുത്ത
സ്ഥലത്തേക്ക് പോവാം. നോക്കാം. അമ്പലം അടച്ചിരിക്കണം തന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല. ചുറ്റമ്പലത്തിൽ തൊഴുതു. ഗോയിങ് ബാക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. പിന്നെ റോഡ് ഭയങ്കര മോശമായിരുന്നു ഈ ഭാഗത്തൊക്കെ. എന്താ പറയുക, ആലപ്പുഴ ടു ട്രിവാൻഡ്രം റൂട്ട് ഫുൾ പണി നടക്കുകയാണ്, ബ്രിഡ്ജും കാര്യങ്ങളും. അത് കാരണം ഇത്തിരി ഒരു ടയേർഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ചില റോഡുകൾ കുഴപ്പമില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റോഡ് ഇതായിരിക്കും. അങ്ങനത്തെയൊക്കെ ഒരു യാത്രയായിരുന്നു. പിന്നെ സൈഡിലൊക്കെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകണ്ടായിരുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ. അങ്ങനെ ഏകദേശം ഐ തിങ്ക് നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ 8-9 മണിയൊക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ട്രിവാൻഡ്രം എത്തുമ്പോൾ തന്നെ. കാരണം നല്ല ഒന്നാമത് റോഡ് മോശം, പിന്നെ എന്താ പറയുക ബ്ലോക്ക്, ഇതൊക്കെ കാരണം ഇച്ചിരി ലേറ്റായി എത്താൻ. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഈ 3 അമ്പലങ്ങളാണ് ഫസ്റ്റ് ഡേ നമുക്ക് തൊഴുകാൻ പറ്റിയത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ശരിയാവാം, ചിലതൊക്കെ ശരിയാവാതിരിക്കാം. കാരണം ഞാനും അവിടെ നിന്ന് കേട്ട കാര്യങ്ങളും വായിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ ഓരോ അമ്പലങ്ങളെ പറ്റിയിട്ട്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ 3 അമ്പലത്തേക്കും കേട്ടോ. ഇനി പോകാൻ പോണ അമ്പലത്തേക്കും, നമ്മുടെ ആറ്റുകാൽ അമ്പലവും ആറ്റുകാൽ അമ്മയുടെ അമ്പലവും പിന്നെ ഇനി വരാൻ പോണ അമ്പലങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഡേ 1-ത്തെ ഒരു ഇത്. അങ്ങനെ നമ്മൾ ഏകദേശം ട്രിവാൻഡ്രം ഒക്കെ എത്താറായിട്ടോ. ട്രിവാൻഡ്രം എത്തിയപ്പോൾ തന്നെ ഭയങ്കര വൈബായിരുന്നു അവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞില്ല ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ടൈമാണല്ലോ. ഇത്രയും വലിയ ആഘോഷമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഫുൾ സിറ്റി തന്നെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് എന്ത് ഭംഗിയായിരുന്നു അറിയാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു പ്രത്യേകതരം ഭംഗി, എന്താണെന്നറിയില്ല. ഓക്കെ, പിന്നെ നമ്മളവിടെ ഇത്തിരി മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പോണ വഴിക്ക് ഇത്തിരി മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഹെവി അല്ല, ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റി ഇങ്ങനെ പോകണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഞങ്ങളവിടെ റൂമിലെത്തി ഒന്ന് ഫ്രഷൊക്കെ ആയി ഞങ്ങൾ പിന്നെ കലം വാങ്ങിക്കാനായിട്ട് പോയി. കാരണം ഇതിൻ്റെ അടുത്ത ദിവസമാണ് നമുക്ക് പൊങ്കാല ഇടുന്നത്. അപ്പോൾ കലമൊക്കെ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി കലമൊക്കെ മേടിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. ബിക്കോസ് വി വെർ സോ ടയേർഡ്. ഇപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ മേടിച്ചിട്ട് വന്ന് ഇപ്പോൾ കുറച്ച് നേരം ഉറങ്ങണം. കാരണം 3 മണിക്ക് എണീക്കണം. 3 മണിക്കല്ല, മുന്നേ എണീക്കണം. 3 മണിക്ക് ഇവിടുന്ന് അമ്പലത്തേക്ക് തൊഴുകാൻ പോകണം, ആറ്റുകാൽ അമ്പലത്തേക്ക്. അപ്പോൾ നല്ല ലേറ്റായിട്ട് എങ്ങനെയുള്ളത് അല്ലെങ്കിൽ 1:30 എണീറ്റ് റെഡിയാകാൻ തുടങ്ങണം. ഓക്കെ, അപ്പം നമുക്കിനി നാളത്തെ കാണാം. ഈ വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പം നാളത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് എന്തായാലും മറ്റന്നാളാണ്. അപ്പം നാളെ നമുക്ക് അമ്പലത്തൊക്കെ തൊഴുത് അങ്ങനത്തെ പരിപാടികൾ, പിന്നെ അടുത്തുള്ള രണ്ടെണ്ണങ്ങളുടെ അവിടെയൊക്കെ പോയി തൊഴുകണം. ഓക്കെ, നല്ല ടയർഡായി. ഭയങ്കര ലോങ് ജേർണി ആയിരുന്നു കാറിൽ. പിന്നെ നമ്മുടെ റോഡൊന്നും നന്നല്ല, പണിയൊക്കെ നടക്കണതാണ്, ഹൈവേ പണി നടക്കണമായിരുന്നു. അപ്പോൾ ഇനി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യെസ് പറയും. ഓക്കെ, പിന്നിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.